എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായി ഉടമ്പടിയിലായിരിക്കുന്നവർ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരിക്കും പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. അത് അർത്ഥവത്തായിട്ട് പ്രയോജനപ്പെടുത്തുന്ന അനുസരിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടിയിൽ പുരോഗമിക്കാൻ പറ്റും. വേസ്റ്റ് മാനേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള വേസ്റ്റ് അവിടെ തന്നെ കുഴിച്ചു മൂടുന്ന പരിപാടിയല്ല. വേസ്റ്റ് മാനേജ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ അനുഭവങ്ങളിൽ കുറച്ച് വേസ്റ്റ് അനുഭവങ്ങളുണ്ടാവും. വേസ്റ്റ് അനുഭവങ്ങൾ വെച്ചാൽ അനുഭവങ്ങളിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, അതേസമയം വേസ്റ്റും ഉണ്ടാവും. വെച്ചാൽ ഒരു കുപ്പ പോലെ ഇരിക്കണ നമുക്ക് തന്നെ ഒരു പിടിയും കിട്ടത്തില്ല. ഈ വേസ്റ്റായിട്ടുള്ള അനുഭവങ്ങളെ എങ്ങനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അതാണ് ഉടമ്പടി ഇന്ന് അന്വേഷിക്കുന്നത്. കാര്യം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ കുറച്ച് വേസ്റ്റേജ് പറയുന്നുണ്ട് അവർ. പക്ഷെ അവർക്ക് അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. ഉടമ്പടി ഞാൻ എടുത്തതാണല്ലോ, ദെൻ എന്നിട്ടും അപ്പം ഞാൻ ഉടമ്പടിയിലാണ് റിലേ ചെയ്യണത്. ഞാൻ ഉടമ്പടി റിലേ ചെയ്തിട്ടും എൻ്റെ ധാരണയ്ക്ക് എതിരെ കുറേ ഫ്ലോപ്പ് ആൻഡ് ഫെയിലിയേഴ്സ് സംഭവിക്കുന്നു. അപ്പം ചിലർ പറയും അത് എൻ്റെ ഉടമ്പടിയുടെ ചെയ്വനയുടെ കുഴപ്പമാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലവണ്ണം ഉടമ്പടി ചെയ്യാമെന്ന് പറയും. നിങ്ങൾ നല്ലവണ്ണം ഉടമ്പടി ചെയ്ത് ആയാലും ശരി, പിന്നെയും കുറേ വേസ്റ്റേജ് ഉണ്ടാകും അനുഭവങ്ങളിൽ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടറിൻ്റെ സാക്ഷ്യം ഉണ്ടായി. ഡോക്ടർ അള്ളിൻ്റെ സാക്ഷ്യത്തിൽ അവർ വളരെ ഇൻ്റലിജൻ്റ് എലഗൻ്റായിട്ടുള്ള ലേഡിയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ ചില മലയാളം +2 IELTS എഴുതി ഒറ്റ സ്ട്രെച്ചിന് പാസ്സാകണത്. മലയാളം മീഡിയമാണ്. പക്ഷേ അവർ പറയും അപ്പായി മരിച്ചു, എൻ്റെ അനിയനാണ് എനിക്ക് വീട്ടിലുള്ളത്, അമ്മയുടെ ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ ജീവിക്കണത്, അപ്പോൾ എന്നെ നീ കരകയറ്റി വിട്ടില്ലെങ്കിൽ കുടുംബം മുങ്ങിപ്പോവും എന്ന് മാതാവിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രേയറിൻ്റെ സത്യത്തിൻ്റെ ഘടനകൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം, നല്ലതാണ്. കാര്യം ഈ ഉടമ്പടി ഒരു വിഷയം നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. ഇത് ബൈബിളിൻ്റെ മുഴുവൻ കോൺസെപ്റ്റിൽ ഈ നോട്ട് ബൈ മെറിറ്റ് ഉണ്ട്. ഉടമ്പടി മാത്രമല്ല. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ നമ്മുടെ യോഗ്യത ഇല്ലെങ്കിലും ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവം ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മലയാളം മീഡിയംകാർ +2 IELTS എഴുതുമ്പോൾ ഒറ്റ സമയത്ത് തന്നെ പാസ്സായി വരും. അത് കർത്താവിൻ്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ സൈന്യത്താലും ശക്തിയാലും അല്ലാതെ കർത്താവിൻ്റെ കൃപയിൽ വർക്ക് ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു തനത് ഫോർമുലയാണത്. പക്ഷെ ഞാൻ പറയണത് അതല്ല. നിങ്ങളതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ, ഇപ്പോൾ ഈ ഡോക്ടർ അഡ്ലിന് എന്താ സംഭവിച്ചത്? അവർ MBBS ഡോക്ടറാണ്. ഇനിയിപ്പോൾ ഒരു MDക്കോ മറ്റെന്തിനോ എൻട്രൻസിന് വേണ്ടി വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനാണ്. അതിനു വേണ്ടി അവരെന്താ ചെയ്യണത്? അതിന് 3 ടെസ്റ്റാണ് ഉള്ളത്. ഒരു ടെസ്റ്റ് IELTSൻ്റെ ടെസ്റ്റാണ്. അത് 2 പ്രാവശ്യം എഴുതിയിട്ട് അവർക്ക് കിട്ടിയില്ല. ഓക്കെ, വ്യത്യാസം കണ്ട. +2 മലയാളം മീഡിയം IELTS എഴുതി പെട്ടെന്ന് കയറി പോകുന്നു. ഒരു MBBS ഡോക്ടർ എഴുതിയിട്ട് അത് കിട്ടണില്ല, 2ാമത്തെ പ്രാവശ്യം കിട്ടിയില്ല. ഉടമ്പടി എടുത്തിട്ട് പോലും അവർക്കത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പസിലായിട്ട് വരും. ഒരു കൊട്ടത്തേങ്ങ പോലെ ഇത് വെട്ടാനും പറ്റത്തില്ല, തുളക്കാനും പറ്റാത്ത സമയത്ത് വാട്ട് ഹാപ്പൻ ടു മീ.
അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യപ്പെടാം. ആത്മവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു ദൈവശാസ്ത്രം അനുസരിച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആത്മവിശ്വാസം തന്നെയാണ്. കാര്യം ഈ ആത്മവിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്. ആത്മവിശ്വാസം അതിൻ്റെ ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ അത് അഹന്തയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ കുഴപ്പം. ആത്മവിശ്വാസം ഒരു മാനുഷികമായ ഗുണമാണ്, പക്ഷേ അതൊരു പോസിറ്റീവ് ഗുണമാണ് ആത്മവിശ്വാസം. പക്ഷേ സ്പിരിച്വൽ മേഖലയിൽ ചിന്ത വരുമ്പോൾ, സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഈ ആത്മവിശ്വാസം അതായത് കൂടിയ ആത്മവിശ്വാസമുള്ളവർ, കൂടിയ ആത്മവിശ്വാസത്തെക്കാൾ ശരിക്കും അവർക്കുള്ളത് അഹങ്കാരമാണ്. അവർ തന്നെ അറിയത്തില്ല അത് ആത്മവിശ്വാസമാണെന്ന് അവർ പറയണതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്കുള്ളത് അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറയുന്ന സംഭവം അഹം ക്യാരി ചെയ്യുന്നതാണ്. അത് എന്തെങ്കിലും ഭൗതികമായ ഒരു എബിലിറ്റിയുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആന്തരികമായ ഭാവമാണ്. ഇവിടെ നോ എൻട്രിയാണ് ദൈവത്തിന്. ഉടമ്പടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കേവല മനുഷ്യനെ ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പാടാണ്. അതിൻ്റെ ഉടമ്പടി പ്രവർത്തിക്കുന്ന കാലാവസ്ഥ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് നൽകും. ഈ ഓവർ കോൺഫിഡൻസ് പലപ്പോഴും വർക്ക് ചെയ്യണത് സ്പിരിച്വൽ ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ ഇടയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സ്പിരിച്വൽ ലാംഗ്വേജിൽ ഓവർ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ പ്രൈഡിൻ്റെ ഭാഗമായിട്ട് വരും. പ്രൈഡ് വന്നാൽ പിന്നെ വരേണ്ടത്, പ്രൈഡിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി പ്രൈഡിൽ, അഹങ്കാരത്തിൽ ഉടമ്പടി, ഓവർ കോൺഫിഡൻസിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം ആദ്യം ചെയ്യണത് നിങ്ങളെ കാഷ്വാലിറ്റി കയറ്റിയിട്ട് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ടോർപ്പഡോ ചെയ്യാൻ നോക്കൂ. അതിപ്പോൾ ഈ ആൾഡലിൻ്റെ സാക്ഷ്യം മാത്രമല്ല, പല സാക്ഷ്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കുഴപ്പം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്വാളിറ്റേറ്റീവ്ലി ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഗുണപരമായിട്ട് നിലവാരം കുറഞ്ഞ ഒരു നിക്ഷേപമാണ് ശരിക്കും നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസുകാർക്ക് ഇതിൻ്റെ അകത്ത് വരണത് ഉടമ്പടി വരണത്. എന്താ കാര്യം? ഇതിപ്പോൾ ഉടമ്പടി എടുത്ത് എല്ലാവരും എടുക്കണമല്ലോ, എൻ്റെ കൂട്ടുകാരൊക്കെ ഉടമ്പടി എടുത്ത്, അതുകൊണ്ട് ഞാൻ എടുക്കണേ. ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്കറിയാം ഇത് റാങ്ക് ലിസ്റ്റിൽ കയറിപ്പോവും, ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. ഇതാണ് ഓവർ കോൺഫിഡൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓവർ കോൺഫിഡൻസുകാർക്ക് അവർ ഡേഞ്ചറസ് സോണിലാണ്. എന്താ കാര്യം? ദൈവം അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അവർ ഓവർ കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കണ കാരണം അവിടെ ആത്മാവ് പ്രവർത്തിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ദൈവം എന്തുമാത്രം വർഷങ്ങൾ കാത്തിരുന്നറിയാമോ ഈ ആളെ ഒന്ന് ജനിപ്പിച്ചെടുക്കാൻ. ജൂഡിത്തിനെ എസ്തേറിനെ പോലെയൊക്കെ നല്ല തലക്കനമുള്ള പെണ്ണുങ്ങൾ ഇസ്രയേലിലുണ്ടായിരുന്നു. ഇസ്രയേലിലെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ 9ാം ക്ലാസ്സുകാരത്തിയാണ് 6ാം ക്ലാസ്സുകാരത്തിയാണ് AK-47 കൊണ്ട് നടക്കുന്നത്. എല്ലാം ട്രെയിൻഡാണ്. അവർക്കൊരു പ്രത്യേക സ്റ്റാമിന ഉള്ള പെൺപിള്ളേരാണ്. പക്ഷേ അത് അത്തരം ടൈപ്പാണ് ജൂഡിറ്റ്, എസ്തേർ. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചരിത്രം മുഴുവൻ റൂത്തിൻ്റെ കാലം വരെ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ്. ഈ റൂത്തിനെ പോലെയുള്ള നല്ല കരളുറപ്പുള്ളൊരു പെണ്ണല്ലെങ്കിൽ രാത്രി പോയി ബോവാസിൻ്റെ അടുത്ത് പോയി കിടക്കുക. അപ്പോൾ അവർ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഇച്ഛാശക്തിയും ദിശാബോധമുള്ള ആൾക്കാരാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ ഒരു രക്ഷാകര നടപടിക്രമത്തിൻ്റെ കെയർ ടേക്കറായിട്ട് നിർത്താനേ പറ്റത്തുള്ളൂ. അതിൻ്റെ യഥാർത്ഥ ആളായിട്ട് ഏജൻ്റായിട്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റൂത്തും താമറും ഒക്കെ രക്ഷാകര സംഭവത്തിലെ കെയർ ടേക്കേഴ്സാണ്. അവർ ശ്രേണിയിലുണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ടവർ. പക്ഷെ അവർ ലൈം ലൈറ്റിലില്ല. അവർ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കണ കാണാം. താമരൊക്കെ ഗ്രീൻ റൂമിലുണ്ട്. രക്ഷാകര ചരിത്രം വായിക്കുമ്പോൾ താമര അതിൻ്റെ അകത്തുണ്ട്. താമര വിജാതി സ്ത്രീയാണ്, മോവാബുകാരത്തിയാണ്. അപ്പോൾ അതേസമയം തന്നെ അതേസമയം റൂത്തുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ സ്റ്റേജിൽ
മറിയം മാത്രമേ ഉള്ളൂ. അതെന്താ കാര്യം? അവിടുന്ന് എൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ, മറ്റതൊക്കെ വിനീതപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. റൂത്തും താമരൊക്കെ വിനയപ്പെട്ട് വരാനേ. താമറിൻ്റെയൊക്കെ കാര്യം ഭയങ്കര വിറ്റാണ്. താമര പറയും, ഞാൻ ഗർഭിണിയായിരിക്കണതേ, എൻ്റെ കയ്യിൽ റിങ് ഉണ്ട്, ഇതിൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയും. അതാരാണ്? അത് ജൂദയാണ്. ജൂദാക്കിട്ട് പണി കൊടുക്കണേ. ജൂദയുടെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അവർക്ക് അങ്ങനെ ചങ്കുറപ്പുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അവർ രക്ഷാകര നടപടിക്രമത്തിലുണ്ട്. അവർ ഗ്രീൻ റൂമിലാണ്. അവരെ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഡയറക്റ്റ് പ്രസവിക്കാനൊന്നും പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ദാവീദിനെ പ്രസവിച്ചത് റൂത്ത് അല്ലെങ്കിൽ പോലും റൂത്ത് ദാവീദിൻ്റെ അമ്മുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദാവീദിൻ്റെ പോലും അമ്മുമ്മയാകാൻ റൂത്തിന് പറ്റണുള്ളൂ. റൂത്തിൻ്റെ അത് വലിയ മിസ്റ്റേക്ക് ഇല്ലാത്തൊരു ലേഡിയാണ്. അപ്പോൾ നമുക്കറിയാം മാതാവിന് എന്തുമാത്രം വ്യത്യാസം, എന്തുമാത്രം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മറിയത്തിലേക്ക് ദൈവം വരണതെന്നറിയാം. മറിയത്തിനോട് പറയുമ്പോൾ തന്നെ മറിയത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ബിഹോൾഡ് എന്നാ പറയുന്നത്. ബിഹോൾഡ് എന്താണ്? ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. എന്ത് രസമാ കേൾക്കാൻ, എന്തൊരു വല്ലാത്ത പറച്ചിലാണ്. എന്താണ്? നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അമ്മ പറയുന്ന വാക്ക് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതും ദാസ്യതയും എന്നുള്ളതും രണ്ടും ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി തിരിച്ചിട്ടാലും ഈ പൂച്ച എറിയണ പോലെയുള്ള പരിപാടിയാണ്. എങ്ങനെ എറിഞ്ഞാലും 4 കാലേ വന്ന് വീഴും ഈ ഉടമ്പടി. ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവിനെ വ്യക്തികളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു നിമിത്തമായിട്ടും മാർഗമായിട്ടാണ് ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഒരു പ്രെയർ ഫോമിലേക്കൊക്കെ വെക്കണത്. നിങ്ങളതിൻ്റെ കഥ അറിയാതെ ആട്ടം കാണരുത്. ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എൻ്റെ മെയിൻ സംഭവം. അപ്പം പക്ഷെ ആദ്യമേ അത് ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് വേസ്റ്റേജ് കുറഞ്ഞിരിക്കും. ഈ വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണതാണേ, ഉടമ്പടി വേസ്റ്റ്. ഇപ്പം ഡോക്ടർ കണ്ടില്ലേ, അവർ MBBS ആണെങ്കിലും അവരാദ്യം MBBS ഡോക്ടർ ആദ്യം IELTS എഴുതി അവർ പറയണ 1/2 മാർക്കിനാണ് തോറ്റുപോയെന്ന്. 1/2 മാർക്കിന് തോറ്റാലും 50 മാർക്ക് തോറ്റാലും തോൽവി എന്നാണ് പറയണത്. അതാണ് സംഭവം. അവർ പറഞ്ഞ 1/2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്, അതാണ് സങ്കടം. 1/2 മാർക്കിന് തോറ്റാലും 5 മാർക്ക് തോറ്റാലും തോറ്റതാണ് സംഭവം. അപ്പം പിന്നെ ഇവരിവിടെ വാള് വെച്ച് കീഴടങ്ങണുണ്ട്. വാളും പരിചയം വെച്ച് കീഴടങ്ങും. എന്താണ്? ഇനി IELTSമായിട്ട് ഞാനില്ല മുന്നോട്ടെന്ന്. അപ്പോൾ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ബലഹീനരെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടേ. അതിനെ താഴെയുള്ള ആൾക്കാരെ IELTS പുഷ്പം പോലെ ജയിച്ചു പോകണ്ടേ. അപ്പോൾ അവിടെ എന്താണ് കുഴപ്പം? ഡോക്ടറിന് മെറിറ്റില്ലേ? ഡോക്ടറല്ലേ, അവർക്ക് MBBS എഴുതാമെങ്കിൽ ഒരു 100 IELTS എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് മെറിറ്റുണ്ട്. ഈ മെറിറ്റ് ഇവർക്ക് ആവശ്യമില്ലാത്തൊരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. ഇനി ദൈവത്തിന് മുമ്പിലുള്ള പരിപാടി എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ IELTS പാസ്സായതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വിറ്റത് കൊണ്ടോ കല്യാണം നടത്തിയതുകൊണ്ടോ ഈ കച്ചവടത്തിൽ ദൈവത്തിന് ലാഭമൊന്നുമില്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് മാത്രമേ എന്തെങ്കിലും ലാഭമുള്ളൂ, മെച്ചമുള്ളൂ. അപ്പോൾ ബുദ്ധിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കണം ആദ്യം. അത് ആദ്യമേ ഫിക്സ് ചെയ്താൽ പ്രശ്നം തീർന്ന് ഈ കച്ചവടത്തിൽ. പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ? ഇതിന് ദൈവത്തിന് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് ലാഭം? ദൈവം ലാഭമില്ലാത്ത ഒരു പരിപാടിക്കും ഉണ്ടാകത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ക്രിസ്തുവിനെ വരെ നമുക്ക് തരുന്നതിൻ്റെ പിന്നിൽ നമ്മളെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടി തന്നിരിക്കുന്നതാണ് ക്രിസ്തുവിനെ. അത്രയും ഭയങ്കര എക്സ്പെൻഡിച്ചർ മുടക്കിയിരിക്കുന്നതാണ്. തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം ദൈവം തൻ്റെ സ്നേഹത്താൽ അത്രമാത്രം സ്നേഹിച്ചിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ ക്രിസ്തു എന്തെല്ലാം അതിന് നഷ്ടപ്പെടുത്തിയാലും, ക്രിസ്തുവിനെ വരെ നഷ്ടപ്പെടുത്തിയാലും ശരി, എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടരുതെന്നുള്ള വലിയൊരു മനസ്സിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ട് വരണത്. പക്ഷേ അത് ദൈവത്തിൻ്റെ ആ മനസ്സ് ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ
ഈ കച്ചവടത്തിൽ ഈ വിനിമയം, നമുക്ക് കച്ചവടം മോശമാക്കുകയാണെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഈ ഒരു വിനിമയം, ഒരു കവനൻ്റെ ഒരു വിനിമയമാണ്. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ ഒരു വിനിമയമുണ്ട് അതിൻ്റെ അകത്ത്. ഈ വിനിമയത്തിൽ ദൈവത്തിന് എന്താണ് മെച്ചം, ദൈവത്തിന് എന്നാ അതിൻ്റെ അകത്ത് കിട്ടണത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ല നിങ്ങളെന്താ ചെയ്യണത്, നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ വേസ്റ്റേജ് കൂടുന്നത്. അതിൻ്റെ കാരണം ആദ്യം ദൈവത്തിന് എന്ത് കിട്ടും, ദൈവം എന്താണ് ചെയ്യണത്, ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നം എന്താണ്, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ടു വരണം. അതാ പ്രശ്നം. റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം. ദൈവത്തിൻ്റെ വിനിമയത്തിൽ ആത്യന്തികമായ ദൈവത്തിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗരസപ്പോസം പറഞ്ഞ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നവരെ കുറേ വേസ്റ്റേജുകളുണ്ടാവും. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഫിലിപ്പി 3:8 അതെ. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പം ചില കാര്യങ്ങൾ വേസ്റ്റ് ഉണ്ടാകും, അത് ക്രിസ്തുവിനെ പ്രതിയാണ് വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞ അയ്യോ വേസ്റ്റ് ആയപ്പോലെ ഇനി എന്ത് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വേസ്റ്റുകൾ, പിറ്റേന്ന് നാൾ നിങ്ങളുടെ പരിശ്രമങ്ങളില്ലേ, നിങ്ങൾ എന്തുമാത്രം ഇൻട്രസ്റ്റ് എഴുതി, എന്തുമാത്രം ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത്, എത്ര ചെറുക്കന്മാർ വന്ന് നിങ്ങളെ കണ്ടു, എന്തുമാത്രം കാപ്പിയും ബിരിയാണിയും മിക്സറൊക്കെ അവന്മാർ കഴിച്ചിട്ട് പോയി, എന്നിട്ട് ഒരു കല്യാണം ഒത്തില്ലല്ലോ, എന്തുമാത്രം വേസ്റ്റേജാണ് വരുന്നത് ജീവിതത്തിൽ. ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കണത്, നിങ്ങളോർക്കും വേറെ കാര്യമാണ്. ഞാൻ ജീവിതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ കുറേ വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്ന വികാരം എന്താണ്? നിരാശ, പരാജയബോധം, കുറേ സാധനമില്ലേ നമ്മുടെ വേസ്റ്റ്. നിങ്ങൾ ഞാൻ കൽക്കട്ടയിൽ വരെ പോയി ആ വിസ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതാണ്, എന്നിട്ട് അത് കിട്ടിയില്ലെന്ന് പറയും. കാശും പോയി, വിസയും കിട്ടിയില്ല, സമയവും പോയി, വേസ്റ്റായില്ലേ. അപ്പം ചില പറയും ഞാൻ മദ്രാസ് വരെ പോയി ആ പരീക്ഷ എഴുതിയതാണ്. എനിക്കന്ന് പനിയായിരുന്നു, എനിക്കന്ന് പീരീഡ്സ് ആയിരുന്നു, ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാൻ പറഞ്ഞാണ് മമ്മിയോട് പോണില്ല, മമ്മിയാണ് എന്നെ ഉന്തി തള്ളി വിട്ടത്. എന്നിട്ട് അതും കിട്ടിയില്ല, ഞാൻ അകപ്പെട്ടു പോയി. അപ്പം നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങൾ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല, വെറുതെ അലയാവുന്നില്ല, ഒരു കാര്യമില്ലല്ല. ഇതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായല്ലോ വേസ്റ്റ്. ഈ വേസ്റ്റ് കൊണ്ട് എങ്ങനെ വിളക്ക് കത്തിക്കാമെന്ന് നോക്കണം. ഈ വേസ്റ്റ് എടുത്തിട്ട് എന്താ ചെയ്യണത്? ബൈബിൾ പറയണത് ഈ വേസ്റ്റ് എല്ലാം നീ ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. അതാണ് വിഷയം. നീ അത് വെച്ച് നിരാശയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കരുത്. ഉടമ്പടി സൂപ്പർ പദ്ധതിയാണ്. ഈ സംഭവം മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. അപ്പാ, ഇതെല്ലാം ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്വീകരിക്കുന്നു. ഞാൻ സഹിച്ച സഹനങ്ങൾ, നഷ്ടങ്ങൾ, അതുപോലെ തന്നെ കോട്ടങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ഉച്ഛിഷ്ടങ്ങൾ, ഇതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി, നിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അപ്പാ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങള്, ഒരു ആവശ്യമില്ലാത്ത പരാജയങ്ങള്, മറ്റുള്ളവരുടെ ഉപദേശത്താൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ട് ഞാൻ തന്നെ ഒരു തോൽവിയായി മാറിയ മുഹൂർത്തങ്ങളെ, അപ്പാ ഇത്തരം ജീവിത ഉച്ഛിഷ്ടങ്ങളെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, നിന്റെ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഈ വേദനകള്
സ്വീകരിച്ചുകൊണ്ട് നീ എന്നിൽ അപ്പാ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. ഈ വേദനകള് വേസ്റ്റുകള് സ്വീകരിച്ചുകൊണ്ട് അപ്പാ നീ എന്നിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ. ആരാധന. ഈശോയെ നിന്നെ നേടുവാൻ വേണ്ടി എല്ലാം ഇഷ്ടം പോലെ കരുതുവാനുള്ള വലിയ കൃപ നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങൾ കൃപകളാക്കി മാറ്റണം. വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിള് സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്ന് അറിയത്തില്ലെന്ന് ബൈബിൾ പറയുന്ന ഒരു സംഭവമാണ്. സത്യമായ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന്. ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് അറിയത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 7:27 എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ വരവിന് അങ്ങനെ ഒരു ഫിനോമിനുണ്ട്. അതായത് എവിടെ നിന്നാണ് വരിക, ആരിലൂടെയാണ് വരിക എന്നറിയത്തില്ലെന്ന്. കർത്താവ് എന്നിട്ട് പറയും അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രൻ വരിക എന്ന് പറയും. മത്തായി 24:44 അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. പറഞ്ഞേ, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. അപ്പൊ ഇത് ക്രിസ്തു എവിടുന്ന് വരുന്നു, ആരിലൂടെ വരുന്നു, എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോണ്ട് നോ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തു ആരിലൂടെയും വരാം, ക്രിസ്തു എപ്പോഴും വരാം. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ ക്രിസ്തു ആരിലൂടെയും വരാം, എവിടെ നിന്നും വരാം, ഏത് സമയത്തും വരാം. അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവങ്ങളില്ലേ, നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഓർക്കും വളരെ നല്ല. ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നതിൻ്റെതാണ് ഇല്ലേ. ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ്. പക്ഷേ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണം പലപ്പോഴും. അത് എങ്ങനെ മനസ്സിലാക്കണത്? നെഗറ്റീവ് ചാനൽ. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കണത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ 3 മാസം മുമ്പ് അപ്പം പോയി, യാത്രയായി, തീർന്നു. പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. ഞാനൊരു നിക്കറിട്ട് സ്വന്തമായിട്ടാണോ സെമേരി ചേർന്നത്? ആരുമില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു. ആകപ്പാടെ കൊന്ത പോലും അറിയാൻ പാടില്ല. കർത്താവിൻ്റെ മാലാഖ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഖ ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷെ അത് ഇത്രയും വലിയ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി. രക്ഷാകര സംഭവങ്ങൾ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ്. എന്താണ്? ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എന്താണ്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. എന്തൊരാനന്ദം
എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ? അപ്പം മരിച്ചത് പിന്നെ എന്താണ് അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താ? എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ്? എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി. നിൻ്റെ അപ്പൻ മരിച്ചാലും നിൻ്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്ത ഒരു ആളാണ് ക്രിസ്തു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമിനാരി തന്നെത്താൻ വന്ന് ചേർന്നത്. അത് കാരണം എനിക്ക് എപ്പോഴും പേടിയുണ്ടാവും. എന്താ കാര്യം? നമ്മൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് വീട്ടിലാരും ഇല്ല, ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ, സ്വകാര്യതയ്ക്കൊരു സെക്യൂരിറ്റി ഇല്ല. നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടാവും. നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണത് എങ്ങനെയാണ്? അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനമോ സംവിധാനമോ കൊടുക്കുന്നുണ്ടാവും. ഇതില്ലാതിരുന്ന കാരണം എനിക്കാകപ്പാടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം. ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിങ്ങുള്ള ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിലില്ല. സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും സത്യമാണ്. പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത്, എൻ്റെ അപ്പം 12 മണി പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തു വന്നിട്ട് അപ്പം കണ്ണീരിട്ട് 12 തിരികെ കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അപ്പം തന്നെയാണ് ബൈബിള്, അപ്പം തന്നെയാണ് വേദപാഠപുസ്തകം. അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം. ശ്രദ്ധിക്കട്ടെ. മാതൃകയാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞിന് എന്തോ ചെവി കേൾക്കാൻ പാടില്ല. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അമ്മ പറഞ്ഞത്, ചെവി മൊത്തമല്ല, അല്പം കേൾക്കാൻ പാടില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത്, കുഞ്ഞിന് ഭയങ്കര പേടിയാണ് അച്ഛാ, ഇരുട്ടിനെ പേടി, സ്വരത്തിൽ സംസാരിച്ച പേടി, അതാണ് ചീട്ടൽ എഴുതി വെച്ചിരിക്കണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തി. ഞാൻ പറഞ്ഞു, തള്ളേ, ആദ്യം നിങ്ങളുടെ നിലവിളി നിർത്ത്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഒരു അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കാര്യം ഞാൻ ഓൺ ദി സ്പോട്ടിലേ പറയത്തില്ല ആൾക്കാരോട്, പിന്നെ വെച്ചിട്ട് പറയാൻ നമുക്ക് ആളെ കിട്ടത്തില്ലല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ വളർത്താനോ ഒരു യോഗ്യതയുമില്ല. എന്താ കാര്യം? ഇവർ എന്തെങ്കിലും നിസ്സാര കാര്യമാകുമ്പോൾ തന്നെ ആനമൂത്രം പോലെ ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങും. ഈ പെറ്റ കുഞ്ഞ്, ആ കുഞ്ഞുനാൾ മുതൽ ഇവരുടെ കണ്ണും കരച്ചിലും കണ്ട് ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസം തകർന്നു പോയി. കുഞ്ഞിന് പേടിയായി. ഇനി ഇവർ വേണമെങ്കിൽ പേടിപ്പിക്കുകയും ചെയ്യും.
പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യത്തില്ല. മാക്കാൻ പനു കൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കത്തില്ലേ? എന്തെങ്കിലും ചോറ് തിരിക്കാനാണെങ്കിലും മുല കൊടുക്കാനാണെങ്കിലും കുടിക്കുക നമ്മൾ പേടിപ്പിക്കുക. കുഞ്ഞുങ്ങളുടെ പേടിയെല്ലാം നിങ്ങൾ അമ്മമാരായിട്ട് പകർന്നിട്ടാണ്. പക്ഷെ ചില അമ്മമാരുണ്ട് നല്ല ചങ്കൂറ്റം പോലെ നിൽക്കും. കൊച്ചു താഴെ വീണാൽ പോലും ആ തരതാഴുതുമെന്നുള്ളതാണ്. കൊച്ചുങ്ങളെ ആ വീഴും അതൊക്കെ തരതാഴുതുമെന്നുള്ളത്. നമ്മൾ ചെന്നാൽ മാത്രമേ നിലവിളിക്കത്തില്ല, അല്ലെങ്കിൽ ആ കൊച്ചു തരതാഴുന്നിട്ട് വരുവേ. നമ്മൾ എൻ്റെ അമ്മോ മകളെ എന്നും പറഞ്ഞാൽ ഓടി ചെല്ലുമ്പോഴത്തേനും കൊച്ചു കയറാൻ തുടങ്ങും. നമ്മൾ ചെല്ലാനുണ്ടെങ്കിൽ കയറാൻ തുടങ്ങും കൊച്ചിനെ. കാരണം സ്വരം കൂടും. നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആരും അമ്മ നിങ്ങൾക്കറിയാമോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു നോക്കിയിട്ട് അങ്ങോട്ടും കൊച്ചു അമ്മനെ കണ്ടില്ലെങ്കിൽ തന്നെത്താൻ എന്നിട്ട് ഒരു സംഭവം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തണം ഒന്നും ചെയ്യരുത്, മാനുഷികമായ ഭാഷയെ പറഞ്ഞാൽ. പക്ഷെ ദൈവം തൻ്റെ പുത്രൻ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്ത് ഡാമേജ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. താമറിനായാലും റൂത്തിനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവ് ലോകാത്മാവിത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആണ് ഒത്ത ആളായിട്ട് ദൈവത്തിന് കിട്ടിയത്. മറിയം ചില്ലറ പുള്ളിയല്ലേ. മറിയം എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്ന് മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത് സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ? മറിയത്തിനെ വിട്ടങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല. എത്ര 4000 കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെ എടുത്തിരിക്കണത്. അപ്പോൾ ആൾ ചില്ലറപ്പുള്ളിയൊന്നും അല്ലല്ലോ. അതാണ് പക്ഷേ ആളെ മനസ്സിലാക്കണം നമ്മൾ ആദ്യം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്, ഇത് 10-33 കൊല്ലത്തെ പദ്ധതിയാണ്, ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളൂ, ഞാൻ കുരിശിന് ചൂണ്ടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം. കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല. കാരണം സംസാരിച്ചുകൊണ്ട് കാര്യമില്ലാത്ത വിഷയമാണ്. അതെന്ത് ചെയ്യും? അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ പെസഹാപ്പത്തിലൊക്കെ കുരിശ് വെച്ച് വരത്തില്ലേ? അപ്പോൾ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ തന്നെ കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട്. കുരിശ് വെച്ച് വരുന്ന അനുഭവങ്ങൾ അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല. അമ്മ മിണ്ടാണ്ടിരിക്കും. എന്താ കാര്യം? ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത്. ചെറിയ യാത്രയല്ല. ഇതിപ്പോൾ ടൈമിൽ ചെയ്ത് തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ്. മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു, അപ്പാ പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പരിശുദ്ധാത്മാവിനോട് പറയണ്ടേ, എനിക്കിതിനകത്ത് ഒന്നേ പറയുന്നുള്ളൂ, ഇനി എന്തെല്ലാമൊക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്ത് ചെയ്യണം? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മയാണെന്ന് ലോകത്തോട് പറയണത്. എന്താണ് കാര്യം? മറിയം ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു, രാജകീയമായിട്ടുള്ള കുടുംബ പാരമ്പര്യമുണ്ട്, തറവാട്ട മഹിമയുണ്ട്. മറിയം ആസാനൊന്നും പറയണില്ല. ബൈബിളാണ് ലൂക്കായും മത്തായും ഒക്കെ മറിയത്തിൻ്റെ രാജകീയമായിട്ടുള്ള പാരമ്പര്യമൊക്കെ പറയണത്, തറവാട്ട മഹിമ പറയണത്. അമ്മ പറഞ്ഞ് ഈ തറവാട്ട മഹിമ പുസ്തകത്തിലെ പശു പോലെയാണ്, ഇതൊന്നും പുല്ല് തിന്നത്തില്ല. നമുക്കറിയാം നിൻ്റെ മഹിമകളൊന്നും പുല്ല് തിന്നത്തില്ല. അതുകൊണ്ട് അമ്മ എന്ത് പറയും? ആ സംഭവമൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റണത്. എനിക്കിതേ പറയാനുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോഴെന്ത് പറയും? അപ്പോൾ നീ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിരിക്കും. കയ്യടിക്കടെ സ്തുതിക്കടെ ഹല്ലേലൂയ. ദാസിയുടെ താഴ്വൻ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. ദാസിയുടെ താഴ്വൻ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കും
എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡോക്ടർ അള്ളിൻ ആ സാക്ഷ്യത്തിൻ്റെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അതെന്ന് എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഞാൻ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈശോ തരണമനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇവർ അവസാനം പറയുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്. ഇവർ പറയണത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പറയും, നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യമാകാം, പക്ഷേ എനിക്കിതൊരു ജീവിതമാണ്. എന്ത് രസം കേൾക്കാൻ. അപ്പോൾ എന്ത് ചിന്തിച്ചാണ് അവർ പറയണത്? നിങ്ങൾക്ക് പലരും പറയണ പോലെ ഇതൊരു സാക്ഷ്യമായിട്ട് വരും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവിതമാണ്. ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ദൈവം എന്നെ വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന എൻ്റെ ജീവിതമാണിത്. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഭൗതികമായ സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത് ശരി പറയല്ലോ. ഈ പ്രാർത്ഥിച്ചാൽ പിന്നെയും പ്രശ്നം കൂടുകയോ ഉള്ളെന്ന് ചില ആൾക്കാർ പറയും. ചില വിഡ്ഢികൾ പറയത്തില്ലേ, ഓ ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുകയാണല്ലോ ആൾക്കാർ പറയണത്. ചിലർക്കത് ശരിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ നേടാനുള്ള ഒരു കൂടുതൽ ഒരു ചാൻസ്, ഒരു പരുവപ്പെടൽ ഉണ്ടെങ്കിൽ, ഒരു 30 മേനി വിളയുമെങ്കിൽ ക്രിസ്തു നോക്കും അത് 60 മേനിയാക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. 60 മേനി കൃപ വിളയണ ആളാണെങ്കിൽ ക്രിസ്തു പറയും 100-ന് ചാൻസുള്ള ആളാണ്, വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ? നെഗറ്റീവ് അനുഭവങ്ങളാണ്. നമ്മളപ്പോൾ എന്ത് ബുദ്ധിയില്ലാത്തത് പറയും, ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഉപവസിച്ച് രോഗികളെ കണ്ട് അവരെ പരിചയിച്ചിട്ട് അവസാനം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണല്ല നേട്ടങ്ങളും സാക്ഷ്യങ്ങളും. എന്നെയൊക്കെ സംബന്ധിച്ച് അത്തരം വളർച്ച എനിക്കില്ലല്ലോ എന്ന് പറയും. ശരിയാണത്, ശരി തെറ്റില്ല അതിനകത്ത്. പക്ഷേ എന്താ പ്രശ്നം? നീ 60 മേനി കാഴ്ചയില്ലേ, അപ്പം നീ തൃപ്തിയല്ലേ? ക്രിസ്തു നിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത ആളാണ്. ക്രിസ്തു പറയും 100 മേനിക്ക് ചാൻസുള്ള ആളാണ്, റാങ്ക് കിട്ടാൻ ചാൻസുള്ള കുട്ടിയാണ്, ഉഴപ്പിയിട്ടാണെന്ന് പറയും. അപ്പോൾ ടീച്ചർമാർ പറയത്തില്ലേ മോഡൽ എക്സാം കഴിയുമ്പോൾ പറയുന്നതേ റാങ്ക് കിട്ടാൻ ചാൻസുള്ള ആളാണ് കേട്ടോ, ഉഴപ്പരുതേ, സ്കൂളിൻ്റെ പേര് കളയരുതേ എന്ന് പറയും. ടീച്ചർമാർ പറയും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ അധ്വാനമല്ലേ. അവരുടെ സ്കൂളിന് പേരുണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിലേക്ക് പിള്ളേരെ വിടത്തുള്ളൂ മാതാപിതാക്കന്മാർക്ക്. അവിടെ ജീവൽ പ്രശ്നമാണ്. അവിടെ മാത്രമല്ല, അവിടെ സ്ഥാപനത്തിന് ജീവൽ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെയും അത് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ എല്ലാവരുടെയും ഭാവിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിലവാരത്തിൽ നിലർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് സാധാരണ ലേഡീസിനോട് സാധാരണ പുരുഷന്മാരോട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ? എന്നിട്ടും നീ ഒരു വാക്കും മിണ്ടണില്ല. അത് ദൈവമല്ലേ, ദൈവത്തിന് ഇഷ്ടംപോലെ ചെയ്യത്തില്ലേ, ദൈവം കൈവിട്ട് കളയത്തില്ല, അതൊക്കെ ദൈവമല്ലേ, ഞാനെന്തിനാ അതൊക്കെ പറയണത്? കർത്താൻ ഇഷ്ടമുള്ള അപ്പോഴേ ദൈവത്തിന് മനസ്സിലാവും ഇത് 30 മേനിയാണല്ലോ ഈ സംഭവം, ഇതിനെ 60 മേനിയാക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയും. കാര്യം ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാതിരിക്കുകയും പരാജയങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അപ്പോഴും വിശ്വാസത്തെ മുൻതൂക്കം കൊടുക്കുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെയും ക്ലേശങ്ങളുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് ഈ ശരീരത്തിൽ 4-5 രോഗങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെടുന്നത്? നിങ്ങൾ കേൾക്കും. ഞാൻ പ്രാർത്ഥിച്ച അപ്പോൾ തന്നെ അമ്മ 2 പഞ്ഞെടുത്ത് അമ്മ 2 ചെവിയിലും വെച്ചോണ്ടിരിക്കും. എല്ലാം പറഞ്ഞാൽ എന്ന് ചോദിക്കും, മിണ്ടത്തില്ല. ഞാൻ ഈ അഭ്യാസം എനിക്ക് നേരത്തെ അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ പറയാറുമില്ല. ഞാൻ ശുശ്രൂഷ മര്യാദ കൊണ്ടുപോയി ഉള്ള ശക്തി തന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. കാര്യം എന്താ? ആളെ ഞാൻ നേരെ കണ്ടതാണ്, എനിക്കറിയാം ഈ ജീവിതം പുച്ചുക്കും ചൂണ്ടാൻ പോവാണെന്ന്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലം നിസ്സാരമാണ്. കൈയടിച്ച് തുതിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന
മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ പറഞ്ഞേ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ബൈബിൾ ഈ തുലനം ചെയ്യുന്നതിന് കമ്പാരിറ്റീവ് നടത്തുന്നത്, ഈ താരതമ്യം ചെയ്യുന്നതിന് ബൈബിൾ എതിരാണ്, വിഡ്ഢികളാണെന്നാണ് പറയണത്. താരതമ്യം ചെയ്യാൻ ആൾക്കാർ ഭൗതികമായ വിഷയങ്ങളെ മാനദണ്ഡങ്ങളെ വെച്ച് താരതമ്യം ചെയ്യരുത്. 2 Corinthians 10:12 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ, പറഞ്ഞ ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഇപ്പം പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്നവരെ, ഇപ്പം തുലനം ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, ഞാനോ വലുത് നീയോ വലുത്. അതുപോലെ തന്നെ വീടുകൾ തമ്മിൽ തുലനം ചെയ്യും, കാറുകൾ തമ്മിൽ തുലനം ചെയ്യും. നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ജഡിക മനുഷ്യരായി തുടരുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്രിസ്തുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാര്യം എന്താണ്? പരസ്പരം ജഡിക മനുഷ്യരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളെ ശരിക്കും പേരുകെട്ട വായി നോക്കികളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വായി നോക്കികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിൻ്റെ പെണ്ണിൻ്റെ മുഖത്ത് നോക്കണമല്ല. പുറത്തിറങ്ങിയ നിങ്ങളുടെ അടുത്തുള്ള വീടൊക്കെ എത്ര നിലയുണ്ട്, അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മുറിയുണ്ട്, അവിടെ കാർ ഏത് കമ്പനിയാണ് എന്നൊക്കെ നോക്കണം. അതാണ് വായി നോട്ടം എന്ന് പറയുന്നത്. ഇനി വായി നാറ്റം എന്നും പ്രധാനമുണ്ട്. പല്ല് തേക്കാതെ നടക്കണ വായിക്കല്ല. എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ കുറ്റം പറയണ വായി നാറ്റം എന്ന് പറയണ. ഈ ഉടമ്പടി എടുത്തിട്ട് വായി നോട്ടവും വായി നാറ്റവും ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഈ ഉടമ്പടി റൈപ്പായി എടുക്കാൻ. കാര്യം നിങ്ങൾ ജഡിക മനുഷ്യരാണെന്ന് ദൈവം പറയും. കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ കെട്ടിയെടുത്ത് കാനഡയിൽ പോകാൻ പോണത് ആൻറ്റിയുടെ മക്കൾ പോയത് കൊണ്ടല്ലേ. അവർ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഉദ്യോഗസ്ഥൻ മേടിച്ചെങ്കിൽ അവർ നിങ്ങൾ പോകുമോ? പോകത്തില്ല. അവർ 10 പുത്തം കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെയും നിങ്ങളുടെ കയ്യിൽ അഭ്യാസം കാണിക്കും. വലിയ ആവശ്യമില്ലെങ്കിലും വലിയ വീടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കയറി ഞങ്ങളെ നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ച് അവിടെ പോയെന്ന് പറയും. വല്ല കാര്യമുണ്ടാ? പിന്നെ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ തന്തയ്ക്ക് വിളിക്കും. അപ്പോൾ ഉടമ്പടി പഴയ മനുഷ്യരായിട്ട് തുടരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആ പേപ്പർ കൊണ്ടൊന്ന് ടിക്ക് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ജഡിക മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, സർവോപരി ഒന്നാമതായി ക്രിസ്തുവിനെ നേടുന്ന, ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയെല്ലാം കുപ്പയെ കരുതുന്ന ആത്മീയ മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കണത് എന്താണ്? നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ, തുലനം ചെയ്യുമ്പോഴേ. അതാ റോമർ 8:18 എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ അവിടെയാണ് തുലനം വരണത്. എന്തെങ്കിലും തുലനം ചെയ്യാനുണ്ടെങ്കിൽ വീട്, ജോലി, കാറ്, ആരോഗ്യം, സൗന്ദര്യം, ഇങ്ങനെ അഴിഞ്ഞു പോണ കാര്യങ്ങളൊന്നുമല്ല തുലനം ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ തുലനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ജഡികരെന്ന് പറയും. ജഡാത്മാവിനെ, ഇപ്പം ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകാത്മാവിനെ നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ്. ലോകത്തിൻ്റെ സന്തതികളാണെങ്കിൽ കവനൻ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും, അതായത് ലോകത്തിനും ഈ ലോകാരൂപി മൂക്കണാണ് ദുഷ്ടാരൂപി എന്ന് പറയണത്. നിനക്കറിയാലോ, ഒരിക്കലും ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി നമ്മളിലേക്ക് വരത്തില്ല. കാര്യം നമുക്ക് ജ്ഞാനസ്ഥാനം, കുംഭസാരം, കുർബാനം, കൂദാശ ജീവിതമൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി കയറി പിടിക്കത്തില്ല. പക്ഷേ ദുഷ്ടാരൂപി അവിടെ ഒരു തന്ത്രം കാണിക്കുകയാണ് ചെയ്യണത്. എന്താ വെച്ചാൽ ലോകാരൂപിയെ കൊണ്ടുവന്ന് ആദ്യം പോസ്റ്റ് ഇടും. അവനെ പോസ്റ്റ് ഇടുന്നത് എന്താണ്? ലോകാരൂപിയെ കൊണ്ടുവന്ന് പോസ്റ്റ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ ഒരു ഇന്ന കോളേജിൽ പഠിച്ചു, എന്നിട്ട് അവൾ ഇവിടെ കുറേ കല്യാണം അവൾക്ക് വന്നതാണ്, ആ കല്യാണം ഒന്നും എടുത്തില്ല, എന്നിട്ട് അമേരിക്കൻ PR ഉള്ള ആളെ മാത്രമേ അവളെ കെട്ടിയുള്ളൂ. അത് കാരണം അവളും കൂട്ടുകാരെയും കൂടി ഫേസ്ബുക്കിൽ, വാട്സപ്പിലുമൊക്കെ അവർ രണ്ടും കൂടി അവിടെ ഇവിടെയൊക്കെ കറങ്ങണ ഫോട്ടോ ഇടുമ്പോൾ നീ ഓർക്കും, ദൈവമേ. ചെറിയ പറയും. അതിന് അവൾ പറയും, എടി പ്രസവിക്കണമെങ്കിൽ ഇവിടെ വന്ന് പ്രസവിക്കണം. എടി, അയ്യോ ആണ്, അവിടെയാണ് പ്രസവിക്കേണ്ടത്.
ഇത്രയും നാൾ ഇവിടെ പ്രസവിക്കാമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം കൂട്ടുകാരത്തി പറഞ്ഞാൽ അവിടെ പോയി പ്രസവിക്കണം. അപ്പം അവിടെ വന്ന് പ്രസവിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അവിടെ വന്ന് പ്രസവിച്ചാൽ ഇവിടുത്തെ പിന്നെ മൊത്തം ആനുകൂല്യം കിട്ടും. ദൈവമേ, നമ്മുടെ കയ്യിൽ നിന്ന് കാഴ്ച പോകുമല്ലോ ഇവിടെ പ്രസവിച്ചാൽ. അപ്പോൾ പിന്നെ ഐഡിയ മാറി. ഇവിടെ പ്രസവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവില്ല. കാര്യം ഇപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിക്കാൻ പറ്റുമോ? പ്രസവിക്കാൻ കൊച്ചൊക്കെ പുറത്ത് വരുവേ. അതല്ല പ്രശ്നം. ഇവിടുത്തെ ബന്ധുക്കാർ കാണാൻ പറ്റത്തില്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് നമ്മളെടുത്ത് മെച്ചമായ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം മുറി ബുക്ക് ചെയ്യും. മുറി ബുക്ക് ചെയ്ത് എന്താ കാര്യം വെച്ചാൽ ബന്ധുക്കൾക്ക് വരണ്ടേ, കൊച്ചിനെ കാണണ്ടേ, അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയ മുറി. അപ്പം നമ്മൾ ഓപ്പറേഷൻ എല്ലാം ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെ എല്ലാവരും അവരുടെ സ്റ്റാറ്റസൊക്കെ തൃപ്തിപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിഡ്നി കൊണ്ട് ആശുപത്രിക്കാർ പോകും. അതില്ല, അവരടിച്ച് മാറ്റി കഴിത്തേക്ക് കാശാകത്തില്ലേ. ഒരു ദിവസം 16 രൂപയൊക്കെ 4000, 3000, 5 രൂപയൊക്കെ മുറുക്കി ചാർജ് വരികയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു അഭ്യാസമുണ്ട്. ഈ അഭ്യാസത്തിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്ന് ഓർക്കും. നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല. ഇതാണ് ലോകാരൂപി എന്ന് പറയണത്. ഈ ലോകാരൂപിയായിട്ടാണ് ആദ്യം വരണത്. ഇവൻ തലേ തുണിയിട്ടുണ്ട്, പാത്ത് കുടയും പിടിച്ചൊക്കെ വരും. അകത്ത് കയറി കഴിഞ്ഞിട്ട് കുടയും തുണിയും മാറ്റി നമ്മൾ മാതാവ് പിശാചാണല്ലോ ഇരിക്കണതെന്ന് അപ്പോഴും നമ്മൾ അറിയത്തുള്ളൂ. ഇപ്പം വരുമ്പോൾ അറിയത്തില്ല, ലോകാരൂപിയായിട്ടേ വരത്തുള്ളൂ. പക്ഷേ ഇവൻ അവിടെ ഇരുന്ന് മൂത്ത് ദുഷ്ടാരൂപിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദുഷ്ടാരൂപിയായി കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാകുമ്പോഴും നമുക്ക് നെഞ്ചുവേദന ഉണ്ടാകും. അവിടെ പ്രശ്നം. അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അയ്യോ അതിന് പെൻഷൻ കിട്ടാനിരുന്ന് ഭാഗം. ഇപ്പോൾ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിറങ്ങും. അപ്പോൾ തള്ളക്ക് പെൻഷൻ കിട്ടില്ലെങ്കിൽ പോലും അമ്മയും മകനുമൊക്കെ സന്തോഷമാണ്. ഒരു സന്തോഷ വാർത്ത എന്താണ്? അമ്മയുടെ പെൻഷൻ കിട്ടിയില്ലെന്ന്. അതല്ലേ എന്താ? പണ്ട് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പെമ്മക്കൾ മേടിക്കാൻ വേണ്ടി വരും. പിന്നെ ഈ പെമ്മക്കളുടെ അമ്മയുടെയും 10 ക്ലാസ് ഞാൻ കാണണം. തള്ളക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതേ സമയം ഞാൻ ഉടമ്പടി എടുത്തതാണ്. പക്ഷേ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതൊരു കെറ്റിക്കാര്യമല്ലേ. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവും. പക്ഷേ എന്നാലും മരുമകൾ നാത്തം കെട്ടിയെടുത്ത് വീട്ടിൽ വരത്തില്ലല്ല. അവളുടെ അമ്മയുടെ കൂടി 10 ക്ലാസ് ഞാൻ കാണണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെൻഷൻ കിട്ടാത്തപ്പോൾ ഒരു സന്തോഷം. കിട്ടാത്ത നെഗറ്റീവ് കാര്യത്തിന് പോലും സന്തോഷം വരികയാണ്. ഇതിനാണ് ദുഷ്ടാരൂപി എന്ന് പറയണത്. പിടികിട്ടിയ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ല? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. ഈ ഒരു യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡോക്ടർ ആൽഡിൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ IELTS തോറ്റു. ഇവർ അത് കഴിഞ്ഞ് ആരോ പറഞ്ഞു OIT പോകാൻ. OIT നേഴ്സുമാർ പോണതാണ്, ഡോക്ടർമാർ പോണതല്ല ശരിക്കും പറഞ്ഞു. അപ്പം അവരവിടെ കുറഞ്ഞാലും ശരി ഇത് കിട്ടിയാവുന്ന പോകാമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് പോയെങ്കിലും അതിനും തോറ്റു. ഒരു MBBSകാർ OIT നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കി. അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും, എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. തോറ്റു. പക്ഷേ ആളിനൊരു ഗുണമുണ്ട്. എന്ത് തോറ്റെന്ന് പറഞ്ഞാലും ആധ്യാത്മികമായിട്ട് ഇവൾ തോക്കത്തില്ല. അവളും ഭർത്താവും കൂടി ഓൺലൈനിൽ ജപമാല ചെല്ലും. തോറ്റ ദിവസം ആയാലും ശരി സന്തോഷത്തോടെ ജപമാല ചെല്ലും. തോറ്റാലും നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് തോൽവിയില്ല. അവിടെയാണ് വിഷയം വരുന്നത്. ക്രിസ്തു കൂടെ ഇല്ലെങ്കിലാണ് ഇതെല്ലാം തോൽവിയായിട്ട് വരണത്. പിന്നെ നിരാശയായി ചിലപ്പോൾ കെട്ടിത്തൂങ്ങിയെന്ന് വരും. ക്രിസ്തു കൂടെ ഉള്ളത് കാരണം തോൽവിയില്ല. അവൾ ചാച്ച ഞാൻ തോറ്റുകേടാ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്ത് ചെയ്യുമെന്ന് അമ്മക്കറിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൊന്തയിൽ അങ്ങനെ കുറച്ച് നാളൊക്കെ ജീവിച്ചും പറഞ്ഞ് ചാച്ച ഞാൻ കയറി വരട്ടെ. എവിടെ? UK നമുക്ക് അവിടെ ഫ്ലാപ്പ് എഴുതാമല്ലോ. ഞാനവിടെ
ഇവിടെ OIT IELTS കിട്ടാത്ത ആൾ അവിടെ പോയി എൻട്രൻസ് ടെസ്റ്റ് ഫ്ലാപ്പ് എഴുതാൻ പോയി. അവിടെ പോയി എഴുതി. UK പോയി ഫ്ലാപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന സംഭവം. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവവും, അതായത് 90 മാർക്കും കട്ടനറ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയാണ് കുറച്ച് അംബിഗസ് ഉള്ളത്. അപ്പോൾ രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതായിരിക്കും ദൈവഹിതം എന്നൊക്കെ വിചാരിച്ച ആൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലാപ്പ് തോറ്റ്. ഒന്ന് ചിന്തിച്ച് നോക്കിയോ, ഒരു അനുഭവം. അതാണ് ആൾഡിൻ പറയണത്, നിങ്ങൾക്കിതൊരു സാക്ഷ്യമാണ്, എനിക്കിതൊരു ജീവിതമാണെന്ന്. അതാണ് കാരണം. ഫ്ലാപ്പ് തോറ്റു. ഇപ്പം ഞാനിവിടെ അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, ഫ്ലാപ്പിന് ജയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അത്രയും സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവർക്ക്. എന്നിട്ട് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവരെന്താ വെച്ചാൽ ഇവർ ഫോണിലൂടെ കരയും. അമ്മയെടുത്ത് ഫോണെടുത്തിട്ട് സഹിക്കാൻ പറ്റാതെ കരയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, മകളെ ജനിച്ച കാലം മുതൽ നിന്ന് വരെ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന്, നീ ഇപ്പം കരഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവമായി പോയില്ല. അതാണ് അവൾ കരയണ ആളല്ല, ശരിക്കും പറഞ്ഞാൽ ഗഡ്സുള്ള ആളാണ്. അമ്മ പറയും, ജനിച്ച കാലം മുതൽ ഇന്ന് വരെ നീ കരയണത് ഞാൻ കണ്ടിട്ടില്ല, നീ ഇപ്പം കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നണമെന്ന്. കാര്യം ഇവരുടെ അമ്മയുടെ ആത്മവിശ്വാസം പോകും. അമ്മയുടെ ആത്മവിശ്വാസം പോയാലും ഈ ക്രിസ്തു ഇവരിലുള്ള കാരണം ഇവളുടെ ആത്മവിശ്വാസം പോകത്തില്ല. ഇവൾ തിരിച്ച് UK നിന്ന് ഇന്ത്യയിൽ വരും, മദ്രാസിൽ വരും. മദ്രാസ് വന്നിട്ട് വീണ്ടും പരീക്ഷ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വീഴുമ്പോഴൊക്കെ എഴുന്നേക്കാൻ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളിൽ നിന്നെ കൈപിടിച്ച് മുന്നേറുവാൻ ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ക്രിസ്തുജന്യമായ ക്ലേശങ്ങൾ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളുടെയും ചമ്മട്ടിപ്പാടുകളുടെയും മുൾക്കിടത്തിൻ്റെയും ഫലം ചെയ്യുന്നതാണ്. അതായത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും ക്ലേശങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ലാതെ നിൽക്കുകയും സത്യസന്ധമായി ജീവിച്ചിട്ടും നമ്മൾ കുരിശിൽ കയറേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ക്രിസ്തുജന്യമായ ക്ലേശങ്ങളെന്ന് പറയുന്നത്. ഈ ക്രിസ്തുജന്യമായ ക്ലേശങ്ങളുടെ അന്തരാർത്ഥങ്ങളെ നമുക്ക് വിവേചിച്ച് തരണമെങ്കിൽ വിസ്ഡം ഉണ്ടാകണം, ജ്ഞാനമുണ്ടാകണം. അതുകൊണ്ട് ആ ജ്ഞാനമെന്ന് പറയണത് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് അറിവാണ്, എന്തിനാണെന്നുള്ളതാണ് ജ്ഞാനം. മനസ്സിലായില്ലേ? അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. സംഭവിക്കണത് എന്താണെന്നറിയാം, അത് അറിവാണ്. അറിവ് കൂടിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷേ സംഭവിക്കണത് എന്തിനാണെന്നറിയണം, അതിന് പരിശുദ്ധാത്മാവ് വേണം. അപ്പോൾ ഇവൾക്ക് പരിശുദ്ധാത്മാവ് ഇത്തിരി കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഫോർമാറ്റാണ് ഇവളിലുള്ളത്. അതുകൊണ്ടാണ് ഇവൾ പതറാത്തത്. അവൾ കരഞ്ഞു എന്നുള്ള കാര്യം അവളുടെ അമ്മയടുത്ത് കരഞ്ഞത് നിസ്സാര കാര്യമാണ്. അവൾക്ക് സങ്കടം സഹിക്കാൻ വരാറും കരഞ്ഞില്ല, അവളുടെ അമ്മയടുത്ത് കരഞ്ഞു, അത് ഇറ്റ്സ്. പക്ഷേ എന്നാലും തൻ്റെ ദൗത്യങ്ങളിൽ നിന്ന് പിന്തിരുന്നില്ല. അവൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലോട്ട് പോരും. നാട്ടിൽ വന്ന് കൃപാസനം പത്രം മേടിച്ച് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും. ഉടമ്പടി പുതുക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ അമ്മയോട് പറയത്തില്ല. ഇവിടെ ആളിരിപ്പുണ്ടല്ലോ, പറയത്തില്ല. കാര്യം ഇവളുടെ മനസ്സിൽ ആത്മാവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി എപ്പോഴും എന്ത് ചെയ്യും? മിണ്ടത്തില്ലല്ലോ, സംസാരിക്കത്തില്ല. അപ്പോൾ ഇവിടെ മിണ്ടാതെ പോയിട്ട് കൃപാസനം തമിഴ് പത്രം മേടിച്ച് കൊണ്ടുപോയി ആ മദ്രാസിൽ എല്ലായിടത്തും ചേന്നേരെ കൊടുത്ത് നോക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർ ഇവരെ കരുത്തേക്ക് അറിയാം. നിങ്ങൾക്ക് നാണമുണ്ടാ? ഈ 10 മതം മാറ്റമാണ്, ആന കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവരെ കരുത്തേക്ക് അറിയാൻ. അപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിക്കും,
നിങ്ങൾ എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് എന്നോട് പറയണം. അവരുടെ ഫൈറ്റാണ്, പത്രം കൊടുക്കാൻ വന്ന ആളാണ്. അവരുടെ ഫൈറ്റ്, എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ നിങ്ങൾക്കൊരു പത്രം തരികയാണ്. 10,000 വായിച്ച് രക്ഷപ്പെടുന്ന ഒരു പത്രമാണ്. നിങ്ങളും രക്ഷപ്പെട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നോട് പറയണം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാകുമ്പോൾ അവർ വാങ്ങിക്കും. അപ്പോൾ നോക്കിയേ, അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ തന്നെ അയ്യോ അവർ വഴക്കിട്ടെന്ന് പറഞ്ഞ് നിലയം വിളിച്ച് അപ്പോൾ തന്നെ ഓടി വന്ന് വീട്ടിൽ കുത്തിരിക്കുകയല്ലേ. അതാണ് സംഭവം. ആ വഴക്കിട്ടേ എന്ന് പറഞ്ഞു, അയ്യോ അവരങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നിലയം വിളിച്ച് വിടും. എൻ്റെ അമ്മ ഇന്ന് എന്നെ പത്രം കൊണ്ട് ചെന്നപ്പോൾ അവരിങ്ങനെ വഴക്കിട്ടെന്ന് പറയും. വല്ല കഥയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. തമ്പുരാൻ തന്ന പണിയാണെന്ന് ഓർക്കാനുള്ള ബോധം പരിശുദ്ധാത്മ വേണ്ടേ? പരിശുദ്ധാത്മ കൊണ്ടേ പറയും, മകളെ ഇത് ഈശോ നേരിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത് ഈ പരീക്ഷ നീ തോക്കരുത്, മറ്റേ പരീക്ഷ ഒക്കെ എഴുതിയെടുക്കുക, ഇത് തോറ്റു കഴിഞ്ഞാൽ പണിയായിരിക്കും എന്ന് പറയും. ഇവള് തോക്കത്തില്ല. അവൾക്ക് പരിശുദ്ധാത്മ ഉള്ള കാരണം പരിശുദ്ധ ഉപദേശം കൊടുക്കില്ല. പരിശുദ്ധ തോക്കത്തില്ല. അവർ പറയും, അവരോട് ചോദിക്കുക എന്തുകൊണ്ട് നീ പത്രം വാങ്ങിക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറയും. അപ്പോൾ അവർ ജപജപൊക്കെ അടിക്കും. ഉടനെ ഇവർ പത്രം മേടിക്കും. എന്നിട്ട് വന്ന് പരീക്ഷ എഴുതും. പരീക്ഷ രണ്ടാമത് ഇവിടെ നാട്ടിൽ പരീക്ഷ എഴുതും. പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ പരീക്ഷ എല്ലാം ഓക്കെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ജ്ഞാനവരത്താൽ ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഡോക്ടർ ആൾഡിനെ പറയുന്ന ഒരു വിഷയം, അവസാനം സാക്ഷ്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു വിഷയം, അവസാനത്തെ പരീക്ഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ടഫ് സബ്ജക്റ്റ്. അതാണ് നമ്മുടെ പോയിൻ്റ്. ഇത്രയും നാൾ ഞാൻ എഴുതിയ OET IELTS അവിടെ പോയി ഞാൻ ഫ്ലാപ്പ് എഴുതിയ എല്ലാം സിമ്പിളായിരുന്നു. ഫ്ലാപ്പ് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ തോറ്റുപോയി. ഞാൻ നാട്ടിൽ വന്ന് വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാര്യം ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമുള്ളത് അവസാനം മദ്രാസ് എഴുതിയ പരീക്ഷയാണ്. അപ്പം ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞു, ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ തോക്കും. അത്രയ്ക്ക് മോശമായിരുന്നു എന്ന് പറയും. നീ തോക്കുമോ ജയിക്കുമോ എന്ന് തീരുമാനിക്കണം നീയല്ല, ഉടമ്പടിയിൽ നിന്റെ ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടാണ് ഡോക്ടർ ആൽഡിൻ പറയണത്, അവസാനത്തെ പരീക്ഷയായിരുന്നു ഏറ്റവും മോശം. പക്ഷെ ആ അവസാനത്തെ പരീക്ഷ ജയിപ്പിച്ചത് ദൈവമാണ്. അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത്, നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന്, അതായത് ബട്ട് ബൈ ഗ്രേസ്. അവസാനത്തെ പരീക്ഷ എൻ്റെ മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, അത് ഉടമ്പടി പ്രകാരമുള്ള ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ. എൻ്റെ ദൈവത്തിലെ ഓരോ തകർച്ചയും, ഓരോ തരത്തിലുണ്ടാകുന്ന നമ്മൾക്ക് വരുന്ന തട്ടുകേടുകളും നമ്മുടെ സാഹചര്യം എന്തുമാത്രം ബലഹീനമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും
കൃപ പ്രവർത്തിക്കാൻ കാലമായി നമ്മളെ ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രത്യാശ. മനസ്സിലായ മക്കളെ? ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കയറി, ഡോക്ടർ പറഞ്ഞ് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും ശരിയാവും. അത് ശരിയല്ല, അത് മരുന്ന്, ആ മരുന്നല്ല, ഇനി മരുന്ന് ജർമ്മനിയിൽ നിന്ന് വരുത്തിക്കണം, അതുവരെ കൊച്ചുണ്ടാകുമെന്ന് അറിയാൻ പറ്റില്ല, വെൻ്റിലേറ്റർ കേറ്റർ ചെയ്യണം, ഉപ്പിട്ടേക്കാൻ പറയും. അപ്പോൾ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയിലൂടെ നമ്മൾ പോണത്. പക്ഷേ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ കാര്യം? ആ ഉടമ്പടി ജെന്യുവിനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾമെൻ്റായിട്ട് പരിശുദ്ധാത്മാവ് വരും. കാര്യം ഉടമ്പടി ഗൈഡ് ചെയ്യണമെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ ദൈവത്തിൻ്റെ ഉടമ്പടി സംരക്ഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി വരും. അതായത് പ്രതികൂലമായ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞ് പ്രതികൂലമായ കാലാവസ്ഥയിൽ ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പരിക്കില്ലാതെ നിറവേറ്റാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കണമേ, എന്നിൽ നിറയണമേ, എന്നെ നയിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ജെർക്കിംഗ് ഒക്കെ വരുന്നതും? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബമ്പേ കയറും, ഹമ്പേ കയറും, പിന്നെ വണ്ടി വിറക്കും, പലതരത്തിലുള്ള തുള്ളലൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ചില സമയത്ത് റോഡിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്നതാണ്, അല്ലേ? റോഡിൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഹമ്പും തുള്ളലൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മളുടെ ഉടമ്പടി റോഡ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളിതൊരു ടൈം പാസ് പോലെ ചെയ്യും. കൂട്ടുകാർ വന്നപ്പോൾ അതിൻ്റെ വണ്ടിയെ കൂടി കയറിപ്പോയി എന്നാൽ ഞാനും മനെന്ന് പറയും. ഉടമ്പടി എടുക്കണമെന്നവർക്കൊരു ബോധമില്ലേ? ഞാനൊരു കോമഡി പോലെയാണ് ഉടമ്പടി എടുത്തതെന്നൊക്കെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞുവിടാം. കോമഡി പോലെയൊക്കെ ഉടമ്പെടുത്ത് ദൈവം പിന്നെ കാലെപ്പിടി നിലത്തിട്ടിങ്ങടാ, പിന്നെ അടിയൊക്കെ കൊണ്ട് വെറുതെ ചുമ്മാ വന്ന് അവസാനം മുങ്ങി വന്ന് തേങ്ങി നിൽക്കണ കാണാം. ഇന്നലെയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഓക്കെ ആവില്ല. പക്ഷേ എന്നാൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷണത്തിനും ഉടമ്പടി ഉപ്പ് നോക്കാൻ വേണ്ടി ഇറങ്ങരുത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവമായിട്ട് റിലേഷനാണ്. ദൈവം ഇതിൽ നിന്ന് ഒത്തിരിയേറെ ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ വരുന്നത് എന്താണ് ഉടമ്പടി ക്രൈസിസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് എ ക്രൈസിസ് ഓഫ് ദി കവനൻറ്റ്? നിങ്ങളുടെ വഴി ഒന്ന്, ദൈവത്തിൻ്റെ വഴി വേറെ ഒന്ന്. ബുദ്ധിയുള്ള ജ്ഞാനി ദൈവത്തിൻ്റെ വഴികളെ പെട്ടെന്ന് സക്ക് ചെയ്യും. ബുദ്ധിയില്ലാത്ത ജഡികൻ ഇത് മനസ്സിലാക്കാതെ അവൻ്റെ വഴിയെ തന്നെ പോകും. അതുകൊണ്ടാണ് ഉടമ്പടി തുള്ളണത്. ചില ആൾക്കാർക്ക് തുള്ളത്തില്ല. എന്തെല്ലാം ഉടമ്പടി പരാജയപ്പെട്ടാലും ഈ അൾഡിനെ പോലെ അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കും, കരയും. അത് അമ്മയുടെ മാത്രമേ കരയത്തുള്ളൂ. വേറെ ഇഷ്യൂസൊന്നുമില്ല. അവളുടെ പ്രവർത്തനങ്ങൾക്കോ ഉടമ്പടി ജീവിതത്തിനോ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ വരണത് നിങ്ങളുടെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണല്ലോ. നിങ്ങൾ ഓർത്തിരിക്കണത് ഈ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഉടമ്പടി യൂദാസ് പുണ്യാളൻ്റെ പെട്ടിക്കൊണ്ടുപോയി അമ്മ പ്രസവിക്കണം, ആട് പ്രസവിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിടുമ്പോൾ ഉടനെ ഇതെല്ലാം സംഭവിച്ച് പിറ്റേ ആഴ്ച ഒരു സാക്ഷി കഥ എഴുതി കൊടുക്കുമ്പോഴുള്ള സിമ്പിൾ പരിപാടി അല്ല ഇത്. നിങ്ങൾ കൈ കൊടുക്കണം ദൈവമായിട്ടാണ്. അത് ദൈവം ഉൽപ്പത്തി പുസ്തക കാലം മുതൽ
രൂപപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനുമായിട്ടുള്ള റിലേഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുകയായിരിക്കും. ഉടമ്പടി ഒരു ചൂണ്ട അല്ല. ദൈവമായിട്ട് കണക്കാക്കി ചെയ്താൽ ദൈവം പറയും, ഈ വിനിമയത്തിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എന്താ കിട്ടണമെന്ന് നോക്കും. ഇതെല്ലാം നീ നേടിയിട്ട് അവസാനം നീ ഭൂമി നിത്യതയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഉടമ്പടി നഷ്ടമായിരിക്കും. ലോകം മുഴുവനും നേടുന്നതിന് വേണ്ടി മനുഷ്യന് എപ്പോഴും അഭിവാഞ്ചം ഉണ്ടാകും. അപ്പം ലോകം മുഴുവൻ നേടിയാലും എന്താണ്, ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഉടമ്പടി കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. നിങ്ങൾ ലോകത്തിൻ്റെ ഇപ്പോൾ എഴുതിയിരിക്കണം മുഴുവൻ ലോകകാര്യങ്ങളല്ലേ, വീട്, ജോലി, വിവാഹം, എല്ലാം മക്കൾ, എല്ലാം ലോകകാര്യങ്ങളല്ലേ. അപ്പോൾ ഈശോ ചോദിക്കും, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടി, ഉടമ്പടിയിൽ 6 കിട്ടി, പിന്നെ ഉടമ്പടി വെച്ച് കിഴക്കി കുത്തുകാരനെ പോലെ എല്ലാം ആടിയൻ ഒരു പൂര് ക്ലാവറെന്ന് പറഞ്ഞ് വെച്ച് എല്ലാം അടിച്ച് മിന്നിച്ച് 7 കിട്ടി, 4 ഉടമ്പടിയും കഴിഞ്ഞ് 4 സാക്ഷ്യവും പറഞ്ഞ് ലോകം മുഴുവൻ നേടി. നീല ഉടമ്പടിയും തുള വെച്ചുകൊണ്ട് ചിറക്കണ ചില പിശാചുക്കളുണ്ട്. നീല ഉടമ്പടിയാണ്. ഞാൻ ചോദിച്ചത് ആരാണ്, നിങ്ങൾ ബൈബിൾ വായിച്ചോ? ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ല. മാതാവേ, നീല ഉടമ്പടിക്കാർക്ക് ബൈബിൾ വായിക്കാൻ കണ്ണു കാണാൻ പാടില്ലെന്ന്. പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ദൈവം നിങ്ങളെ കാണണേ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു വണ്ടി വിട്ടൊക്കെ പറയും. അത് ഉടമ്പടിക്ക് എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടി ഒരു ഉടമ്പടി എടുത്ത് പുതുക്കി ഇരിക്കുകയാണ്. പത്രം മേടിച്ച് കൊടുത്താൽ മതിയില്ല, പുതുക്കി കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. ഈ തീറ്റയെ കൊണ്ട് തീച്ചേനെ വേഗത്തില്ല. നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നത് അനുഗ്രഹമാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവത്തിന് എന്താ കിട്ടുന്നത്? ദൈവം തന്ന ആത്മാവിൽ നിങ്ങൾക്ക് കൃപ രൂപപ്പെട്ടിട്ടുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ ലാഭം. ഈ കച്ചവടത്തിൽ, വിനിമയത്തിൽ ദൈവത്തിൻ്റെ ലാഭം എന്താ? നിങ്ങളുടെ ആത്മാവിന് കൃപ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് കൃപയെന്ന് പറയണത്. നിങ്ങളുടെ ആത്മാവ് മുമ്പത്തേക്കാൾ ദൈവശക്തിയിൽ നിറഞ്ഞോ? ഈ ദൈവശക്തി നിറയാൻ വേണ്ടി എപ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ഒരു പരീക്ഷണം നമ്മളെ ബലഹീനമാക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മളെ ബലഹീനമാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബലഹീനമാകണത് പലപ്പോഴും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12:9 ബലഹീനതയിലാണ് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകണത്. അപ്പൊ ആത്മാവ് കൃപ ധരിക്കണത് എപ്പോഴും നമ്മുടെ ബലഹീനതയിലായിരിക്കും, ഭൗതികമായ ലോസിലായിരിക്കും, ഭൗതിക നേട്ടത്തിലല്ല. അത് തന്നെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്നൊരു 30 മേനി 60 മേനിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവൾക്ക് പരാജയപ്പെടാൻ ദൈവം അനുവദിക്കും. എന്താ കാര്യം? ഭൗതികമായ കോട്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ ബലഹീനമാകും. അവർ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കും. അതാണ് കൃപയെന്ന് പറയുന്നത്. നിങ്ങൾ 1 കൊരിന്ത്യർ 15:10 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവസാനം നീ പൗലോസിനെ പോലെ പറയണം. എന്താണ്? 1 കൊരിന്ത്യർ 15:10 ഒന്ന് പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ആത്മവിശ്വാസം ആദ്യം അടിച്ചു കളയണം. നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെ, ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ തറവാട്ട മഹിമയാണ്, ഞാൻ എന്തായിരിക്കുന്നു ഞാൻ കഠിനാധ്വാനം ചെയ്തതാണ്. ചില ആൾക്കാർ അപ്പനോടും അമ്മയോടും പറയത്തില്ലേ, നിങ്ങളിങ്ങനെ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് ബുദ്ധി ഉണ്ടായി, ഞാൻ പഠിച്ചു, നിങ്ങളുടെ മകൻ പഠിച്ചില്ല, അത് ഞാനെന്ത് ചെയ്യണം? ഉടമ്പടി എടുത്ത് കാനഡയിൽ പോയിട്ട് തള്ളണേ. എന്താ പറയണത്? എടീ, അവൻ തേരാപ്പാറ നടക്കണില്ലേ, അവൻ പഠിക്കാനുള്ള കാശ് കൊണ്ടാണ് നീ പഠിപ്പിച്ചത്. ഇപ്പം അവൻ താമസിക്കാനുള്ള വീടും നീ പുരേ കടപ്പെടുത്തി എടുത്ത് അവനിപ്പോൾ പെണ്ണും കിട്ടണില്ല. നീ ആണെങ്കിൽ അവിടെ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കണം, ആരാണ്ടോട് കറങ്ങിടക്കണം, സായിപ്പോട് കറങ്ങിടക്കണമെന്ന്. അമ്മയോട് ആരാണ്ട് പറഞ്ഞാൽ തെറ്റാ ശരിയാന്ന് അറിയാൻ പാടില്ല. അമ്മയും മകളും തമ്മിൽ കോർക്കും. അപ്പനും അമ്മയും അപ്പനൊരിക്കലും അപ്പം ഭയങ്കര കാര്യത്തിൽ ഭയങ്കര അപ്പന്മാരാണ് ചില പെമ്മക്കളൊക്കെ നശിപ്പിച്ചിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നശിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അപ്പന്മാർ പെമ്മക്കൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങളെ എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. അമ്മ ശാസിച്ചാലും ഇടി അവളെ വഴക്കുണ്ട്, അവളെ എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുനാൾ പോലെ അപ്പന്മാരും ഈ പെമ്മക്കളെ സപ്പോർട്ട് ചെയ്ത് അവസാനം ഇനി അപ്പന്മാർക്ക് തിരിച്ചു വരാൻ പറ്റുക? നിങ്ങൾ അപ്പന്മാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നശിപ്പിച്ചു, കളഞ്ഞു കുളിച്ചെന്ന് പറയാം.
എന്ന് വെച്ചാൽ മകളുടെ വഴി തെറ്റി പോകുമ്പോൾ അമ്മയും പെണ്ണായത് കാരണം അമ്മയ്ക്കറിയാം ഇവളുടെ നടപ്പ് സ്റ്റെപ്പ് തെറ്റുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഊണ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അമ്മ ഉടനെ ഓരോ കാര്യം എടുത്തിടും. തിടി പിന്നെ നാട്ടുകാർക്കൂടെ പറയിപ്പിക്കരുത് കേട്ടാ, നാട്ടുകാർക്കൂടെ പറയിപ്പിക്കട്ടെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ അത് ചോദിക്കണില്ല. അപ്പനിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ഇവളെന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് തരം കണ്ണീരെടുത്ത് ചോറ് വെള്ളിട്ടും അവൾ കൈ കഴുകാതെ പോയിരുന്നിട്ട് പോകും. അവൾ പോയി, നിനക്ക് വല്ല കാര്യമുണ്ട് അവിടെ കരുത്തേക്ക് കയറാൻ? പാവം മകളെ വാടി കഴിക്കടിയെന്ന് അപ്പം പറയും. പോരെ, അപ്പൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടി കള്ളക്കണ്ണീരായിരുന്നു അത്. അവളുടെ തോന്നിയ വാസത്തിന് അപ്പൻ്റെ ലൈസൻസ് വാങ്ങിച്ച് അമ്മയെ അടിച്ച് പുറത്ത് കളയാൻ വേണ്ടിയുള്ള പ്രകൃതം കാണിച്ചായിരിക്കുന്നത്. അതിന് അപ്പം കൂട്ടി നിൽക്കും. അപ്പോൾ അമ്മ അവിടെ നിസ്സഹായായി. അപ്പനും അമ്മയും കഴിഞ്ഞുള്ള ഈ അഭ്യാസം കാരണം ഇവളെന്ത് ചെയ്ത്, ഇപ്പം എന്ത് ചെയ്ത്, ആങ്ങൾക്ക് പെണ്ണുമില്ല, ജോലിയുമില്ല, അവരിങ്ങനെ മുടിയും വെള്ളത്തിൽ കഞ്ചാവും അടിച്ച് നടക്കുകയാണ്. കാര്യം എന്താ, കുറിച്ചൊരു കാര്യമുണ്ടാ, ഈ അപ്പനും അമ്മയും ഈ പെങ്ങളും കൂടി അവൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ 10-35 വയസ്സായി. പെണ്ണ് കിട്ടുമ്പോൾ ചെറുക്കൻ എന്താ ജോലി, വീട് സ്ഥലവും മകളുടെ ജോലിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വീട് വെച്ചിരിക്കുകയാണ്. ആരടക്കും? അവളടക്കണില്ല. കുടുംബം നശിപ്പിച്ച് കളഞ്ഞു. ഈ ആൾക്കാരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടേ. ഈ ദുഷ്ട ഉദ്ദേശത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ചില മുട്ട പൊരുന്നാതെ ചീഞ്ഞു പോകത്തില്ല, അതുപോലെ ഉടമ്പടി ചീഞ്ഞു പോകും. കാര്യം എന്താ, നിങ്ങളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നോക്കണത് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക നേട്ടം നോക്കുന്നു. ദൈവം എന്ത് നോക്കുന്നു? നിങ്ങളുടെ കൃപയുണ്ടാകുമോ എന്ന് നോക്കുന്നു. കൃപയുണ്ടാകത്തില്ല അത്ത വർഗമാണെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സഹകരിക്കാൻ തയ്യാറല്ല, എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരുമ്പോൾ തന്നെ പ്രാർത്ഥന നിരക്കുന്ന പണ്ടാരമാണെങ്കിൽ ദൈവം ആ ചീട്ട് കീറും. നീ എങ്ങനെയും പോയി ജീവിച്ചോളാൻ പറയും. ഞാനിവിടെ പട്ടിക്കും കഴുതയ്ക്കും പൂച്ചയ്ക്കും എല്ലാം തീറ്റി കൊടുക്കുന്നുണ്ട്, അതുങ്ങളൊക്കെ പെറ്റ് പെരുകുന്നുണ്ട്, നീയും പെറ്റ് പെരുകും, നിനക്കും ജോലി കിട്ടും, പക്ഷെ നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് പറയും. എന്താ കാര്യം? നിത്യതയിൽ നിനക്ക് ഓഹരിയിലെന്നാണ്, കൃപയിലെന്നാണ്. നിനക്ക് അനുഗ്രഹമുണ്ട്, ദാറ്റ്സ് ഓക്കെ. അതിവിടെ അനുഗ്രഹം ആർക്കാണ് ഇല്ലാത്തത്? പി എസ് സിയിലെ ഒക്കെ ആൾക്കാർക്ക് കിട്ടുന്ന എല്ലാം ദൈവവിശ്വാസികളാണ്. നിങ്ങളവർക്കത് ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടിയാണ്. ദൈവം കസേര വിട്ടിരിക്കണമെന്ന് വിചാരിക്കരുത്. ദൈവം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കിയതിന് ശേഷം നിത്യതയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഓഹരി കിട്ടുമോ? അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഭൗതികമായ നേട്ടമാണ്. ഇത് തമ്മിൽ സംഘർഷം ഇടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ദൈവം നിങ്ങളെ ക്ലേശിപ്പിക്കും ചില സമയത്ത്. ആ ക്ലേശങ്ങളിൽ നിങ്ങളെപ്പോഴും പിടിച്ചു നിൽക്കണം. അപ്പം ദൈവം ഒരു 30 മേനിയായിട്ട് നിങ്ങളെ കണക്കാക്കും. അവസാനം നിങ്ങൾക്കറിയാവില്ല, ദൈവത്തിന് നിങ്ങളെ തോൽക്കുന്ന സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങളെ പൊക്കി കൊണ്ടുവരും. എന്താ കാര്യം? ദൈവത്തിൽ ആശ്രയിക്കുന്ന തോക്കാൻ സമ്മതിക്കത്തില്ല ദൈവം. അതാണ് എൻ്റെ വിഷയം. ദൈവം നിങ്ങൾ എല്ലാവരും നിന്നെ കൈവിട്ട് തോക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ ജീവിതം ഗതി പോയി, എൻ്റെ വിധി ഇതാണെന്ന് പറയുമ്പോൾ ഈശോ പറയും നിൻ്റെ വിധി ഞാനാണെന്ന് പറയും, ഞാനാണ് തീരുമാനിക്കണമെന്ന് പറയും. കാരണം മരണം പ്രഖ്യാപിക്കാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നം മരണം. അപ്പോൾ ഞങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും അവൻ പരപിതാവ് ആ പരിഹാരം സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ ഉയർപ്പിച്ചുവെന്നുമാണ് നാം വിശ്വസിക്കണത്. അവനെ വിശ്വസിക്കുന്ന, ഉയർപ്പിൽ വിശ്വസിക്കുന്ന കാരണം നമ്മൾ മരിക്കുകയില്ലെന്നും നമുക്ക് നിത്യജീവൻ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കണത്. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കണമെന്ന് നീ പറഞ്ഞാൽ ദൈവം അത് വരവ് വെക്കത്തില്ല. അവിടെയുടെ പ്രശ്നം. നീ ഞാനും പറയും വിശ്വാസ പ്രമാണം ചെല്ലും, എന്താ കുഴപ്പം? ഒരു പുസ്തകം മേടിച്ച് ചെല്ലിയാൽ മതിയാ, അതുകൊണ്ട് കഥയില്ല. നിൻ്റെ കയ്യിലൊക്കെ വിശ്വാസ പ്രമാണം പുസ്തകമില്ലേ? അത് നീ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൻ്റെ മരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെയാണ് പ്രശ്നം. മരണം പ്രഖ്യാപിക്കാതെ, യേശുക്രിസ്തുവിനെ മരണം പ്രഖ്യാപിക്കാതെ സ്വന്തം സഹനങ്ങളിൽ കർത്താവിൻ്റെ സഹനത്തെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിനുവേണ്ടി മഹത്വത്തോടെ കൂട്ടുവെച്ചുകൊണ്ട് അത് കൃപയാക്കാത്ത ഒരു മരണപ്രഖ്യാപനവും ദൈവം അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ടാണ് വചനം പറയണത്? 2 Corinthians 4:10 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 2 Corinthians 4:10 യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ,
യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ശരീരത്തിൽ മരണം സംവഹിക്കുന്നതാണ് ഉയർപ്പ് വിശ്വസിക്കുന്നതിൻ്റെ ആദ്യ പടി. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് രോഗമില്ല, എനിക്ക് തകർച്ചയില്ല, പരാജയമില്ല എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ മുദ്ര നിൻ്റെ ജീവിതത്തിലില്ല. ദാറ്റ് മീൻസ് യു ആർ നീ യേശു വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പോലും കർത്താവ് പറയും അത് വിശ്വാസയോഗ്യമല്ല. കാരണം അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഉടനെ കർത്താവ് പറയും ആ 9ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണാത്തതെന്ന് പറയും. അയ്യോ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ആ 8ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അയ്യോ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. പിന്നെ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുമില്ല. പിന്നെ എന്തെങ്കിലും 10ാം ക്ലാസ് പാസ്സാക്കണത്. അപ്പോൾ വല്ലയിടത്തും കള്ള സർട്ടിഫിക്കറ്റ് വരും. ഇപ്പോൾ ചില ആൾക്കാർ പറയത്തില്ലേ യൂണിവേഴ്സിറ്റി ഓഫ്, നമ്മുടെ കേരളത്തിലത്തെ പേരൊക്കെ ഉണ്ടല്ലോ. പണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ അറബിനെ പറ്റിച്ചിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റിക്കാർ ഈ ചങ്ങനാശ്ശേരി മുക്കിലിപ്പുണ്ടായിരുന്നു. അവരെന്ത് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുവരും. ആ കൊമ്പരാടിയുടെ അത് വെറുതെ കളിയാക്കി പറഞ്ഞാണതേ. പക്ഷെ ഇതുപോലെ നിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കണമെന്ന് പറയണത് ഇതുപോലെയുള്ള ഫ്ലോപ്പ് വിശ്വാസമാണ്. അപ്പം കർത്താവ് ചോദിക്കും അവൻ്റെ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ മരണത്തിൻ്റെ മുദ്ര പേറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ ക്ലേശങ്ങൾ നിലനിന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. അവൻ്റെ നാമത്തിൽ നീ വിശ്വസിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. എൻ്റെ ദൈവത്തെ നമ്മുടെ ഓരോ സഹനവും വിശ്വാസിക്ക് നേട്ടമാണ്. ക്രിസ്തു തന്നെ നിനക്ക് നേട്ടമാണ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ സഹനങ്ങളോട് ചേർത്ത് ആരാധനയോടെ വിശ്വസിക്കണമേ. ആഴമാർന്നതി മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. ആഴമാർന്നതി മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ. ആഴമാർന്ന മഹാത്യാഗത്തെ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കൈകൾ നെഞ്ചത്ത് കമത്തി വെച്ച് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാം. കർത്താവേ, അങ്ങ് തന്ന വചനങ്ങൾ ഞാൻ അവർക്ക് നൽകി. അവരൊത്തിരി പേര് അത് സ്വീകരിക്കുകയും ചെയ്ത. ബാക്കിയുള്ളവരും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ക്ലേശങ്ങളെ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായി ജീവിതത്തിൽ ഏറ്റുപറയാൻ ആവശ്യമായി ജ്ഞാനവരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തു ഒരേ സമയം വചനവും ജ്ഞാനവുമാണല്ലോ. ക്രിസ്തുവിൻ്റെ വചനം നടപ്പിൽ വരുമ്പോൾ അത് നിറവേറുന്ന ദൈവികമായ പദ്ധതികളെക്കുറിച്ചുള്ള അന്തർജ്ഞാനമാണ് സുവിശേഷത്തിൻ്റെ ജ്ഞാനം. ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനമാണ് സഹനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, നിൻ്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നീ നൽകുന്ന നിത്യത
പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ മഹത്വം ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ സാന്നിധ്യം നൽകുന്ന ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഈ നിമിഷം ഈ തീർത്ഥാടനത്തിലെ പങ്കെടുത്ത് ആരാധിക്കുന്ന ഓരോ മക്കളുടെ മേലും നീ സ്പർശിക്കണമേ. കർത്താവേ, ഓൺലൈനിലെ ധ്യാനം കേൾക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ഈ നിമിഷം എല്ലാ മക്കളെയും സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ നാമത്തിലെ എല്ലാ മക്കളിലും പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള്, വ്യാധികള്, ദുരിതങ്ങള് ദൈവത്തിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന മഹത്വം മഹത്വം ആരാധന മഹത്വം. വരേണമേ സൗഖ്യം നൽകണമേ, വരേണമേ എന്നിൽ നിറയണമേ, വരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, ഇതുവരെ നീക്കുപോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട്. അതിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകാത്ത എല്ലാ ജീവിത വിഷയങ്ങളെയും ജീവിത ദുരിതങ്ങളിലെയും ഈ ആരാധനയിലൂടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവര്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോയവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര്, പങ്കാളിയോട് ക്രൂരത കാണിക്കുന്നവര്, നിയമപരമായിട്ട് വൈരാഗ്യവും പ്രതികാരം കാണിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാചിക ചിന്തയുള്ളവർ, അവരെല്ലാം മാനസാന്തരപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശ്വരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 ഈശ്വരേ നന്ദി. വീട് സ്ഥലവുമില്ലാത്ത ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ജപ്തി നടപടിയെ നേരിടുന്നവർ, കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവർ, അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവർ, വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അലയുന്നവർ, ഇപ്പോഴും വിസ ശരിയാകാത്തവർ, ഇപ്പോഴും ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ, തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവർ, ജയിലിലകപ്പെട്ടവർ, എല്ലാവരും വേദനിച്ച് കണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവര്, അന്യാധീനമായിട്ട് വാടകയ്ക്ക് താമസിച്ചിട്ട് ഇറങ്ങിക്കൊടുക്കാത്തവര്,
വാടക പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസിൽ കുരുക്കി വിഷമിച്ച് ജീവിക്കുന്നവർ, പൊറുക്കണ സ്ഥലത്ത് വെള്ളമില്ലാത്തവർ, വെള്ളമെത്താൻ മാർഗമില്ലാത്തവർ, വിറ്റ് ചുട്ട് പോരാനും പറ്റണില്ല, അവിടെ കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുന്നവർ, ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക്, ഉറക്കമില്ലാത്തവർ, പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, പാങ്ക്രിയാസിന് നീരുള്ളവർ, അതിനിപ്പോൾ ഓപ്പറേഷൻ നിശ്ചയിച്ച് ശരീരത്തിൻ്റെ വിവിധമായ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, അതിൽ പേടിയുള്ളവർ, അതിന് പണമില്ലാത്തവർ, അവർക്കെല്ലാം വിടുതല വേണ്ടി ശ്രദ്ധിക്കട്ടെ. മക്കളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ, അത് ഉടമ്പടിയുടെ പുതുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ, അതിൽ പ്രതിസന്ധിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ ഓർത്ത് മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അവർ ആരാധന കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ മാസം ഇപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നവർ, ഈ മാസം ജൂലൈ അവസാനം വരെ ഉടമ്പടി എടുക്കാൻ പോകുന്നവർ, ഈ 3 മാസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെ, അവരുടെ സാക്ഷ്യാനുഭവം നിലനിൽക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളെയും കൃപയുടെ വലിയ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മക്കളില്ലാത്തവരെ, കൂടെ കൂടെ അബോർഷൻ ഉണ്ടാവുന്നവരെ, ശരീരത്തിൽ സിസ്റ്റുകളുള്ളവരെ, പൊളിപ്പുകളുള്ളവരെ, ഹൃദയത്തിനും ശിരസിനും ബ്ലോക്കുള്ളവരെ, കരൾ അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി തേയ്മാനമുള്ളവരെ, നടുവിന് വേദനയുള്ളവരെ, കർത്താവേ നിന്റെ തിരുമുറുവാർന്ന വലത് കരത്താൽ മക്കളെ സ്പർശിക്കണമേ. വിവാഹം ഒത്തുവരാത്തവരെ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, കാണാതെ പോയ ഭർത്താക്കന്മാർ, ഭാര്യമാരും, മക്കള്, കാണാതെ പോയ വസ്തുവകകൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥനെ ഏൽപ്പിക്കുന്നു. അസ്ഥി വളരുന്നവര്, ഗർഭിക ആയതിനു ശേഷം അത് എടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുള്ളവരെ, എടുത്തു കളയാൻ ഒരു മനസ്സുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ തേങ്ങുന്ന അമ്മമാര്, ഗുരുതരമായ തെറ്റുകളുടെ ജയിലിൽ കിടക്കുന്നവര്, അവരുടെ മാനസാന്തരം അവരെ വിടുവിക്കുകയാണെങ്കിൽ അത് സമാധാനത്തിന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന് ചുറ്റും കലവരം മുഴുവനും എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്ന് മോചിതരാകാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടുകൊണ്ട് പൈശാചിക സ്വാധീനങ്ങളെ, നമ്മുടെ റോഡ് കവർ ചെയ്യുന്നവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് കവർ ചെയ്യുന്നവരെ, റോഡിൽ പോകുന്ന വാഹനങ്ങൾ സുരക്ഷിതവും
സമാധാനം, അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ മക്കൾക്കും യേശുവേ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്ത സംരക്ഷണം. ജീവിതത്തിൽ പല പല നിർണായകമായ ഡേറ്റുകളുണ്ട്. അതെല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാക്ഷ്യവും ഒരു സാക്ഷ്യ അനുഭവമല്ല, ഒരു ജീവിതമാണെന്ന് പറഞ്ഞതുപോലെയാണ്. ഓരോ ഉടമ്പടിയും ഒരു ജീവിതമാണ്. അതിൽ പല കാര്യങ്ങൾ വെക്കും. ചിലപ്പോൾ ചെറു പറയും ചിട്ടി വീഴാൻ പറയും, കേൾക്കുന്നവർ ചിരിക്കും, പക്ഷെ അവർക്ക് ചിരി വരത്തില്ല, അവരുടെ ജീവിതമാണത്. ചില മക്കൾ പോസ്കോ കേസിൽ അകത്താണ് കിടക്കുന്നത്. ചില കേസ് പോലീസ് അന്വേഷിച്ചിരിക്കുന്നത്, ചിലർക്ക് ജാമ്യമില്ല. നമുക്ക് തെറ്റാണെന്ന് നമ്മൾ പറയണമെങ്കിൽ ആ കുടുംബത്തിന് വരുമാനം വേറെ മാർഗമില്ല. ആ മേഖലയിലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം. ആ വ്യക്തികളെല്ലാം നവീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. അവർ പൊതുജീവിതത്തിലേക്ക് വരാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയോടെ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ നടക്കുന്ന മുഴുവൻ യാത്രകൾ, കുറേ ഡേറ്റുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് തന്നെ വേറെ ആൾക്കാർ ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, വിസ പ്രോസസ്സിംഗ് ഡേറ്റ്, പരീക്ഷ റിസൾട്ടിൻ്റെ ഡേറ്റ്, പരീക്ഷയുടെ ഡേറ്റ്, ജപ്റ്റ് ഡേറ്റ്, ലേലത്തിൻ്റെ ഡേറ്റ്, എത്ര ഡേറ്റുകളാണ്. കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ എത്തിക്കുന്ന, കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ സ്കൂളിലാക്കുന്ന ഡേറ്റുകൾ, സ്കൂളിലെ പരീക്ഷകൾ, എല്ലാം കുറേ ഡേറ്റുകളുണ്ട്. സമയത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ്. അമ്മയുടെ മധ്യസ്ഥത്തിന് നിങ്ങളുടെ തീയതികളെല്ലാം സമർപ്പിക്കുക. നിങ്ങൾ ഇട്ട ഡേറ്റുകളുണ്ട്. കാര്യം ആ ഡേറ്റിനുള്ള അത് നടന്നില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ലാത്ത ദൈവഹിതമാണെങ്കിൽ അമ്മ അതിനകത്ത് ഇടപെട്ട് നടക്കാൻ സാധ്യതയില്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന. ഭവന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ സഞ്ചാരങ്ങളെ സമർപ്പിക്കാൻ പറയുന്നുണ്ട്. മനുഷ്യൻ മുഴുവനും സഞ്ചാരത്തിലാണ്. നാട്ടിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, നാട്ടിൽ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട്, വിദേശത്ത് പോകുന്നവരുണ്ട്, അവിടുന്ന് വരുന്നവരുണ്ട്, കേസിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്. നിങ്ങളെ ബന്ധപ്പെട്ടവർ, കുടുംബന്മാർ, അവരുടെ സഞ്ചാരങ്ങളെ, യാത്രകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ശേഷം ആശീർവാദം. ഒരിക്കൽ കൂടി മരിയനോട് ഉണ്ടയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാരണ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പ്രതി, ഈശോയുടെ നാമമഹത്വത്തിനായി എല്ലാം ഉച്ഛിഷ്ടമായി കരുതി ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, അതിനായി മാത്രം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്നൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ ശക്തി വന്ന് നിറയാനുള്ള മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ഈശോയെ എളിമയെന്ന പുണ്യം, ദൈവസ്നേഹമെന്ന പുണ്യം ഞങ്ങളിൽ വർദ്ധമാനമാകുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ